അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ മന്തി റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മാരിനേഷൻ റെഡിയാക്കി എടുക്കണം. ആവശ്യമുള്ള സാധനങ്ങൾ: 2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ മന്തി മസാല, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മട്ടൻ്റെ ലെഗാണ്. നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് മട്ടനിലേക്കൊന്ന് നന്നായി മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാ സൈഡിലും ചെറുതായി ഒരു കത്തി വെച്ച് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലും നന്നായി ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് കുറഞ്ഞത് 2 മണിക്കൂർ വെക്കണം. കൂടിയാൽ എത്ര മണിക്കൂർ വെച്ചാലും പ്രശ്നമില്ല. മസാല അതിലേക്ക് നന്നായി പിടിച്ച് നല്ല ടേസ്റ്റ് കൂടി വരികയുള്ളൂ. ശേഷം നന്നായി ഒന്ന് കവർ ചെയ്ത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ ഒരു 4 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ചെറിയ ജീരകം, ചിക്കൻ മാഗി ക്യൂബ്സ് ഇതെല്ലാം ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അത് ചെറുതായി ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു 6 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടനും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാം. കുക്കറിലാണെങ്കിൽ മട്ടനൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. എൻ്റെ കയ്യിൽ കുക്കർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിതുപോലെ ചെയ്തെടുക്കുന്നത്. കുറച്ച് വലിയ കുക്കർ വേണം ചെയ്തെടുക്കാൻ, ലെഗായതുകൊണ്ട്. ഞാനിവിടെ സൈഡിൽ ചെറുതായി ലെഗിൻ്റെ സൈഡിലൊന്ന് ചെറുതായി പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം മൂടി വെച്ച് വെള്ളം ഒഴിക്കാതെ ഒരു 5 മിനിറ്റ് ഇതുപോലെ വേവിച്ചെടുക്കാം. ശേഷം ചെറുതായി മിക്സ് ചെയ്ത് അതിലേക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം സെയിം വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ റൈസും വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ബസ്മതി റൈസ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈ ലെമണും കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. അതിനുശേഷം തുറന്ന് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന അരിൻ്റെ ആ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച റൈസും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. ആദ്യം 10 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഒന്ന് ലോ ചെയ്ത് വേവിച്ചെടുത്താൽ മതി. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മട്ടനിലേക്ക് നമുക്ക് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം സ്പൈസി ആവണമെന്ന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണം കുറച്ച് ചില്ലി പൗഡർ വേണേൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, റെഡ് കളർ. ശേഷം നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ല തിരിച്ചിട്ടും നമുക്ക് അതുപോലെ ഒന്ന് മസാല ചെയ്ത് കൊടുക്കുക. ചെറിയൊരു കളറിന് വേണ്ടി മാത്രമാണ് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെയ്യുന്നത് ഓവനിലാണ്. ഒരു 30 മിനിറ്റ് ഓവനിൽ വെച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ പാനിലോ ഇത് ചെയ്തെടുക്കാം. ശേഷം കുറച്ച് ബട്ടർ എടുത്ത് നമുക്ക് മട്ടൻ്റെ മേലെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഇടുന്നത് കുറച്ചുകൂടെ ഒരു ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ്. അധികം ഡ്രൈ ആയി പോവുകയില്ല. ഒരു മട്ടൻ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിത് വെന്ത് വന്ന റൈസിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ച് നന്നായി കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് ഓവനിൽ ഒന്നുകൂടെ വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ചാർക്കോള് ഒന്ന് കത്തിച്ച് കൊടുക്കാം. നല്ലൊരു സ്മോക്കി ആയിട്ടുള്ള ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം തുറന്നിട്ടുണ്ട്. ചാർക്കോൾ കത്തിച്ച് നമുക്കൊന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റ് എടുത്ത് നമുക്കതിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് എല്ലാം അറിയിക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക്, ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.